ഹായ്, ഇന്നെൻ്റെ മോൻ്റെ SPC ഫിസിക്കൽ ടെസ്റ്റാണ്. അവൻ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഫിസിക്കൽ ഇന്നാണ്, അപ്പം പരീക്ഷ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിനും പാസ്സാവണം മോനെ. അങ്ങനെ SPCയിലെ ഫിസിക്കൽ ടെസ്റ്റിന് വന്നിരിക്കുകയാണ് എൻ്റെ മോൻ. വളരെ വളരെ സന്തോഷമായിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അവന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അവൻ അതിനു വേണ്ടി കഠിനമായി തന്നെ പരിശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കഠിനമായി അതിന് പരിശ്രമിച്ചാൽ അത് കിട്ടുമെന്നൊക്കെ പറയത്തില്ലേ, അതിന് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ എൻ്റെ മോൻ. അപ്പോൾ അവൻ SPC പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴേ അവന് ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്കും താല്പര്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ മൂത്ത മോന് SPC പരീക്ഷയ്ക്ക് അവൻ ചേർന്നായിരുന്നു. പക്ഷേ അവന് 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പരീക്ഷയ്ക്ക് അവൻ പോയി. പക്ഷേ ഫിസിക്കൽ കിട്ടി. പക്ഷേ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് അവന് കിട്ടിയില്ല. അപ്പം എനിക്ക് അവനിലെ ആ യൂണിഫോം ഇട്ട് കാണാൻ വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനോട് പറഞ്ഞു, നീയെങ്കിലും SPCക്ക് ചേരണം. അവനും ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു SPCക്ക് ചേരണം എന്നുള്ളത്. പക്ഷേ അവൻ ഇത്രയും തല കുത്തി മറിഞ്ഞിരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ SPCക്ക് കുറേ ക്വസ്റ്റ്യനൊക്കെ ടീച്ചർമാർ ഇട്ട് കൊടുക്കും, ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ പഠിച്ചു. പക്ഷേ അത് പഠിച്ചതിൽ ഇങ്ങനെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല പരീക്ഷയ്ക്ക്. പിന്നെ അവൻ യൂട്യൂബ് നോക്കി കുറേ കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചിട്ടാണ് അവൻ പോയത്. എന്തായാലും അവന് 70 മാർക്കുണ്ടായിരുന്നു. 80-നായിരുന്നു മാർക്ക്. എന്തായാലും അവന് നല്ല നല്ല രീതിയിലുള്ള മാർക്കുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം കട്ടിയിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ SPC. നിങ്ങൾക്കറിയാലോ PSC പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. ആ ഒരു രീതിയായിരിക്കും ഈ SPC പരീക്ഷയ്ക്ക് തയ്യാറാക്കുക. അപ്പം അതേ മോഡലിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കും. അത് ഇത്തിരി കടുകട്ടിയാണ്. ഇത്തിരി എന്നല്ല, നല്ല കടുകട്ടി തന്നെ ആയിരിക്കും. അത് ഇപ്രാവശ്യം ഇത്തിരി കടുകട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു 65 മാർക്കിനൊക്കെ ആയിരുന്നു. ഇപ്പം 80 മാർക്കിന് ആക്കി. അങ്ങനെ എന്തായാലും അവന് 70 മാർക്കുണ്ട്. അപ്പം മാർക്ക് കിട്ടിയെങ്കിലും ഫിസിക്കൽ ഇന്നായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിൻ്റെ മാർക്ക് വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഒരു ടെൻഷനായിരുന്നു, ഇനി ഫിസിക്കലിനും കൂടെ ജയിക്കണമല്ലോ എന്നുള്ളത്. അപ്പം അവൻ ഇവിടെ എന്നാലും അവൻ പരിശ്രമിച്ചു കേട്ടോ. അവൻ പുഷപ്പ് എടുക്കാനായിട്ട് പരിശ്രമിച്ചു. വീടിൻ്റെ മുറ്റം മൊത്തവും കുത്തിക്കുഴിച്ചു ചാടി പരിശ്രമിച്ചു. അപ്പം നല്ലോണം വൃത്തിയായി കിടന്ന മുറ്റമാണ്. ആ മുറ്റം എല്ലാം നമ്മാട്ടി എടുത്തുകൊണ്ടൊന്ന് കിളച്ച് മറിച്ചിട്ടിട്ട് വരയൊക്കെ വരച്ച് ചാടി പരിശ്രമിച്ചു കേട്ടോ. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, അവൻ ചെയ്യട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കഠിന അധ്വാനം ചെയ്ത് തന്നെയാണ് എൻ്റെ മോൻ ഫിസിക്കലിന് കിട്ടിയത്. അതെത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ഞാൻ തന്നെ സത്യം അത്ഭുതപ്പെട്ടു. അവൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിച്ചു. നല്ല രീതിയിൽ തന്നെയാണ് അവൻ പ്രയത്നിച്ച് അവൻ നേടിയെടുത്തത്. അപ്പം 8 ടെസ്റ്റ് ഫിസിക്കലിൻ്റെതുണ്ടായിരുന്നു. അതിൽ 8ഉം അവൻ പാസ്സായി. വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാത്ത ഇതിൽ പോയി. ഞാൻ അവനെ ഇടയ്ക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിച്ചു, മോൻ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിനിടയിൽ ഒരു രസമെന്ന് പറഞ്ഞാൽ അവന് ഗ്ലൂക്കോസ് വേണമെന്നും പറഞ്ഞിട്ട് ഒരു ബഹളമായിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ പെരുമഴ സമയം. അപ്പം മഴയത്ത് അവന് ഗ്ലൂക്കോസ് കൂടിയേ തീരും. അപ്പം ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കഴിക്കണമെന്ന് സാറാങ്ങണ്ട പറഞ്ഞു എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഈ പെരുമഴയിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടും അവന് പറ്റത്തില്ല, ഗ്ലൂക്കോസ് കൂടിയേ തീരൂ. അങ്ങനെ ആ മഴയത്ത് ആ കുടയും പിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അവനും കൂടെ കുടയും പിടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗ്ലൂക്കോസും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ വന്നു. പിറ്റേന്ന് എല്ലാം റെഡിയാക്കി വെച്ച കൂട്ടത്തിൽ ഒരു കൊച്ചു ടിന്നിലാക്കി ആ ഗ്ലൂക്കോസ് അവൻ എടുത്തു. എന്നിട്ട് പോകാൻ റെഡിയായിട്ടൊക്കെ നിന്നപ്പോൾ പറഞ്ഞതാണ്, ഗ്ലൂക്കോസ് എടുത്തോന്നൊക്കെ ചോദിച്ചു. എടുത്തെന്ന് പറഞ്ഞു. അവിടെ ചെന്നിറങ്ങി ബാഗ് തപ്പിയപ്പോൾ ഗ്ലൂക്കോസ് കാണുന്നില്ല. കാരണം അവൻ എടുത്തിട്ടില്ല. അവൻ സാധനം കയ്യിലെടുത്തു, പക്ഷേ അത് ബാഗിനകത്തിടാൻ മറന്നുപോയി, വിട്ടുപോയി. അപ്പോഴവനൊരു പരിഭ്രാന്തി ഉണ്ടായി കേട്ടോ. അപ്പം നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളൊരു സാധനം എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാവുമല്ലോ. അതുപോലെ അവനും വല്ലാത്തൊരു പരിഭ്രാന്തിയായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, സാരമില്ല, പോട്ട് മോനെ, ഗ്ലൂക്കോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, കുഴപ്പമില്ല. നീ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നീ പോകണ്ട, നീ ഹാപ്പി ആയിട്ട് പോകൂ, നീ എൻജോയ് ചെയ്ത് പോകൂ, നിനക്ക് തീർച്ചയായിട്ടും പറ്റും, എല്ലാത്തിലും നീ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ച് വിട്ടു
കേട്ടോ. പക്ഷേ എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഫലം അവൻ എന്തായാലും കിട്ടി. അവന് ഫിസിക്കലിനെല്ലാം അവൻ പാസ്സായിട്ടുണ്ട്. അപ്പോഴും സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ഗ്രേസ് മാർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് വേറെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സബ് ജില്ലയിലൊക്കെ പോയ അതായത് എന്തെങ്കിലും മത്സര ഇനങ്ങളിൽ കബഡിയോ പിന്നെ പാട്ടിനോ അങ്ങനെ എന്തെങ്കിലും മത്സര ഇനങ്ങളിൽ പിന്നെ ജില്ലയിലൊക്കെ പോയ കുട്ടികൾക്ക് ഒരു ഗ്രേസ് മാർക്ക് അവർ കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെയും കൂടെ ആ ഗ്രേസ് മാർക്കും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. എന്നിട്ടാണ് അവർ റാങ്ക് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോന് ആ ഗ്രേസ് മാർക്കൊന്നും ഇല്ല. അവൻ സ്കൂൾ തലത്തിലുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും മാത്രമേ ഉള്ളൂ. അവൻ ജില്ലകളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് ഞാൻ സാറിനോട് ചോദിച്ചു, സ്കൂളിലെ മതിയാവുന്നു. അപ്പോൾ സാറ് പറഞ്ഞു പറ്റത്തില്ല, സ്കൂളിലെ പോരാ, നമ്മളിങ്ങനെ ജില്ലയിൽ പോയത് തന്നെ വേണമെന്ന്. ഇതവർ സാറാണ് കേട്ടോ, ഒരു സാറാണ് ജയചന്ദ്ര സാറ്. അങ്ങനെ സാറിന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. സാറ് വീഡിയോയുടെ മുന്നേ വന്ന് നിൽക്കുന്നത് സാറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം വീഡിയോയിലൊക്കെ വരാനായിട്ട് അങ്ങനെ ഇവിടെ പുഷപ്പ് എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് പുഷപ്പ് എടുക്കുന്നത് എന്നുള്ള രീതിയാണ്. അവൻ ഇന്നലെ ഇവിടെ കിടന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പോയത് പുഷപ്പ് എടുക്കുന്നത്. ഇവിടെ മൊബൈലിലൊക്കെ ടൈം എടുത്ത് വച്ചിട്ട് അത് അവൻ പ്രാക്ടീസ് ചെയ്തു. അവൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് അവിടെ കളിച്ച ആൺകുട്ടികളെ എനിക്ക് ശ്രദ്ധിക്കാൻ കൂടുതലായിട്ട് പറ്റുള്ളൂ. കാരണം എൻ്റെ മോൻ്റെ വശത്താണല്ലോ ഞാൻ പോയി കൂടുതൽ നിൽക്കുക അവൻ സപ്പോർട്ട് കൊടുക്കാനാണല്ലോ. എന്നും മറ്റേ കുട്ടികളെ പിടിച്ച് വീഡിയോ എടുത്തില്ല എന്നല്ല, എന്നാലും നമ്മുടെ സ്വന്തം കുട്ടികളുടെ കാര്യമാണല്ലോ ആദ്യം നോക്കുക. അപ്പം അവന് സപ്പോർട്ട് ചെയ്യാൻ പോയത് കൊണ്ട് ആൺകുട്ടികളുടെ വശത്തു നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. കാരണം ആൺകുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിലാണ് പെർഫോമൻസ് ചെയ്തത്. അവിടെ നിന്ന് സാറ് തന്നെ അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ അത്ര നല്ല രീതിയിലാണ് അവർ ഇന്ന സമയം കൊണ്ട് ആ സെക്കൻഡ് കൊണ്ട് അവരവിടെ ഓടിയെത്തുന്നു. എല്ലാ കളിയിലും അത് തന്നെ. 1-2 കുട്ടികൾ മാത്രം ചെറിയൊരു ഇതിൽ മാത്രം അവർ പിന്നോക്കം നിന്നു. അത് പിന്നോക്കം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിന് ട്രെയിൻ ചെയ്ത സാറ് രഞ്ജിത്ത് സാറ് നല്ല സൂപ്പറായിട്ട് തന്നെയാണ് കേട്ടോ കുട്ടികളുടെ എല്ലാവരുടെയും നല്ല രീതിയിൽ പെരുമാറിയതും കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തത് നല്ല രീതിയിൽ തന്നെയാണ്. എന്നിട്ടും അവിടെ ഒരു കുട്ടി ആദ്യം കളിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയപ്പോഴത്തേക്ക് ആ സാർ ഒന്നും കൂടെ പിടിച്ചു നിർത്തി, മോനെ ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ ആ സാർ അത് സാർ കാണിച്ചു കൊടുത്തു അതെങ്ങനെയാണ് ചെയ്യുന്ന രീതി എന്നൊക്കെ. അപ്പം അതുപോലെ ആ കുട്ടി ഒന്നും കൂടെ കണ്ട് ചെയ്തു. ഇതൊരു സിസ്റ്ററാണ് കേട്ടോ. ഇത് അവിടെ ഇത് നടക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു വീഴുന്ന കുട്ടികളെയൊക്കെ നോക്കാൻ വരുന്ന സിസ്റ്ററാണ് കേട്ടോ. അപ്പം ഞാനൊരു യൂട്യൂബറാണ് എന്ന് അറിഞ്ഞപ്പോൾ സിസ്റ്റർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് വീഡിയോ എടുത്തത്. ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഞാനൊരു യൂട്യൂബർ എന്ന് പറയുന്നതിൽ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് എന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സിനി സന്തോഷ് വ്ളോഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് എന്നെ അറിയാൻ കഴിയുന്നുണ്ട്. ഞാനൊരു യൂട്യൂബറാണെന്ന് അറിയാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ 1-2 കൂട്ടുകാരന്മാർ വന്നിട്ട് ആൻറ്റിയുടെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട്, കൊള്ളാം, നല്ല വീഡിയോസാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വന്നു കേട്ടോ. അതൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ്. അപ്പം മത്സര ഇനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 8 മത്സര ഇനമാണ് ഉള്ളത്. 8ലും വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അവൻ ഇവിടെ വെച്ച് നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും പുഷപ്പൊക്കെ അവൻ പ്രാക്ടീസ് ചെയ്തു, ചാട്ടം പ്രാക്ടീസ് ചെയ്തു. ഇവിടെ രാവിലെ എണീറ്റ് അവൻ ഓടുമായിരുന്നു. അവൻ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ചെയ്തത്. കാരണം അവനത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ളൊരു ഒരു പ്രതിജ്ഞ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അത് നേടിയെടുക്കും എന്നുള്ള ഒരു വാശി, അവനത് നേടിയെടുക്കണം. അതാണ് പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കത് പറ്റും, നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവന് ഇത്ര മാർക്ക് കിട്ടുമെന്നൊന്നും. പക്ഷെ അവൻ വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അത്ര വിശ്വാസമായില്ല കേട്ടോ. അങ്ങനെ നേരിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് അവിടെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കണ്ട് ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ട് വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് വിശ്വാസമായത്. എന്നാൽ എൻ്റെ കുട്ടിയെ വിശ്വാസം ഇല്ലെന്നല്ല, പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഒത്തിരി
പേർക്ക് അവിടെ 68ഉം 24ഉം മാർക്കൊക്കെ ഉള്ള സ്ഥലത്ത് എൻ്റെ മോന് 70 മാർക്ക് ഉള്ളത് തന്നെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അവനെ SPC വേഷത്തിലൊന്ന് കാണുക എന്നുള്ളത്. എൻ്റെ വലിയൊരു സ്വപ്നമാണ്. അത് നല്ലൊരു വേഷമല്ലേ, കുട്ടി പോലീസ്. പണ്ടൊക്കെ കുട്ടി പോലീസ് എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം നിൽക്കുന്നതാണ് രഞ്ജിത്ത് സാറ്. വളരെ നല്ല സാറാണ്. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെയും തളർത്തുന്നില്ല കേട്ടോ. വളർത്താൻ മാത്രമാണ് സാർ ശ്രമിക്കുന്നത്. കാരണം ഒരു കുട്ടികളെയും നിരുത്സാഹപ്പെടുത്തി സാറ് വിടുന്നതേ ഇല്ല. എല്ലാ കുട്ടികളും കണ്ട സാറ് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണത് എറിയുന്നത് എന്ന് ആ സാർ കാണിച്ചു കൊടുക്കുകയാണ്. വളരെ നല്ല ഒരു സാറാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷിക്കാം. നമുക്ക് ഒരു കുട്ടികളെ പോലും നിരുത്സാഹപ്പെടുത്തി സാറ് വിടുന്നതേ ഇല്ല. അല്ലെങ്കിൽ ചില സ്ഥലത്തുണ്ട് കേട്ടോ, ചില സ്കൂളുകളിൽ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ കുട്ടികളെ വേർതിരിച്ച് നിർത്തും കേട്ടോ. ഒന്നിനും അങ്ങനെ പറ്റാത്ത, ചിലപ്പം അവർക്ക് എറിയാൻ പറ്റിയില്ലെന്ന് വിചാരിക്കും. അപ്പോൾ അവരെ തളർത്തി എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ച് നിർത്തുന്ന ഒരു രീതി ചില സ്കൂളുകളിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനെ സംബന്ധിച്ച് ഈ സാർ കണ്ടോ, ആ കുട്ടിയോട് മോനെ ഇങ്ങനെ എറിയുക എന്നാണ് ആ കുട്ടിയോട് ആ സാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നിട്ട് സാർ അത് കാണിച്ചും കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ എറിയും മോനെ എന്നും പറഞ്ഞ്. അങ്ങനെ ഒരു സാറിനെ കിട്ടുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. കുട്ടികൾക്കും അപ്പം വളരെ വിഷമം കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ സാറ് ദേഷ്യപ്പെടുന്നില്ല, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്കും വളരെ താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, ഈ ആൺകുട്ടികളെല്ലാം നല്ല മെച്ചപ്പെട്ട രീതിയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് സാർ ഇവർ ഭാവിയിൽ. അപ്പോൾ ഇവരെ നല്ലതായിട്ട് വാർത്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സാറ് പറഞ്ഞു ശരിയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. സാറ് ശ്രദ്ധിച്ചു കുട്ടികളുടെ മിടുക്ക്. അപ്പം ഓടാനും ചാടാനും ഒക്കെ അവർ മിനിറ്റിനകം വച്ച് അവർ ആ സ്പോട്ടിൽ അവർ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സന്തോഷ് സാറാണ്. ഇത് നമ്മുടെ ചെർക്കര സ്കൂളിലെ സാറാണ്. സ്പോർട്സ് സാറല്ലേ, സ്പോർട്സിൻ്റെ സാറാണ്. ആ സാറും നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഗ്രൗണ്ടല്ലേ നമ്മുടെ ചെർക്കര സ്കൂളിൻ്റെ. പിള്ളേർക്ക് എന്തിനുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിന്. അപ്പം കുട്ടികളെല്ലാം കുട്ടികളുടേതായ രീതിയിലുള്ള അഭ്യാസങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവനും പ്രാർത്ഥിച്ചു കിട്ടണേ എന്നുള്ളത്. എന്ന് വെച്ചാൽ അവന് കിട്ടുക എന്നുള്ളത് അവന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ സാറ് കുട്ടികളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിടിച്ചു നിർത്തി കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നന്നായി കളിച്ചു എന്നുള്ള നിർദ്ദേശമാണ് സാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.